ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാന് തെലങ്കാന സ്റ്റേറ്റ് അവാർഡ്. അതെ, തെലങ്കാന സ്റ്റേറ്റ് അവാർഡിൽ സ്പെഷ്യൽ ജൂറി അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ജൂറി അവാർഡാണ്. നമുക്കറിയാം, മലയാളത്തിൽ നിന്ന് ഉള്ള ഒരു നടന് മറ്റ് ഒരു സംസ്ഥാനത്ത് പോയി ഒരു അവാർഡ് നേടുമ്പോൾ അത് നമ്മൾ മലയാളികൾക്കെല്ലാവർക്കും സന്തോഷമുണ്ടാകുന്നതാണ്. കൺഗ്രാറ്റ്സ് ടു സർ ദുൽഖർ ഓൺ വിന്നിങ് ദ ജൂറി അവാർഡ് അറ്റ് തെലങ്കാന സ്റ്റേറ്റ് ഫിലിം അവാർഡ്. അതിന് ഗദ്ദാർ അവാർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അല്ലു അർജുനാണ് മികച്ച നടനായി വന്നിരിക്കുന്നത്. സ്പെഷ്യൽ മെൻഷനാണ്, സ്പെഷ്യൽ ജൂറി അവാർഡാണ് ദുൽഖർ സൽമാന് നൽകിയിരിക്കുന്നത്. അതായത് ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമ, ഈ ഒരു സിനിമ കണ്ട എല്ലാവർക്കും അറിയാം, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഒന്നൊന്നുമില്ല, എല്ലാ പ്രേക്ഷകനെയും അമ്മാതിരി പിടിച്ചിരുത്തിയ സിനിമ തന്നെയാണ്. OTT-യിൽ വിപ്ലവം സൃഷ്ടിച്ച സിനിമയാണ് ഇതെന്ന് പറയാം. അതായത് ഏകദേശം ഒരു വലിയ കാലയളവിൽ 10 വാരങ്ങൾക്ക് മുകളിൽ ഈ ഒരു സിനിമ നമ്പർ 1 സ്റ്റാറ്റസിൽ നിന്നിരുന്നു. അവിടെ നിന്ന് 100 കോടി നേടിയത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. തെലുങ്കിലെ ടയർ 1 നടനുമൊന്നുമല്ല, മലയാളത്തിൽ നിന്ന് പോകുന്ന ഒരു നടൻ, എല്ലാ ഭാഷയിലും പോയി സൂപ്പർ താരമായിരിക്കുന്ന നടൻ എന്ന് പറയാൻ, സൂപ്പർ താരത്തിന് മുകളിൽ എല്ലാ ഭാഷകളിലും പോയി വിജയ സിനിമയുള്ള ഏക നടൻ എന്ന് പറയാം. ഇന്ത്യക്കകത്ത് ഉള്ള ഒരേ ഒരു നടനാണ് ദുൽഖർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിന്ദിയിൽ അദ്ദേഹത്തിന് വിജയ ചിത്രമുണ്ട്, തമിഴിലുണ്ട്, തെലുങ്കിലുണ്ട്, അദ്ദേഹത്തിന് മലയാളത്തിലുണ്ട്. അങ്ങനെ അഭിനയിച്ച ഭാഷകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് ഒരു വിജയ ചിത്രങ്ങളുണ്ട്. തെലുങ്കിൽ ആദ്യത്തെ സിനിമ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന സിനിമ നേടിയത് 99 കോടിയാണെങ്കിൽ പിന്നീട് ഈ ഒരു സിനിമ വന്നപ്പോൾ, ലക്കി ഭാസ്കർ എന്ന സിനിമ വന്നപ്പോൾ 100 കോടിക്ക് മുകളിൽ പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. മികച്ച സിനിമ തന്നെയായിരുന്നു. അത് കാണുമ്പോൾ മലയാളിയെന്നോ തമിഴെന്നോ തെലുങ്കനെന്നോ അങ്ങനെയുള്ള തിരിവുകളൊന്നും നമുക്കില്ല. മിഡിൽ ക്ലാസ് മെൻ്റെ ലൈഫ് കാണിച്ചു തന്ന ആ ഒരു സിനിമ ഇന്ത്യക്കകത്തുള്ള മുഴുവൻ മിഡിൽ ക്ലാസിൻ്റെയും സിനിമയാക്കി മാറ്റിയിരുന്നു. അതിലെ പ്രകടനം മികച്ചതായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ അദ്ദേഹത്തിന് ഇക്കുറി അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അതെ, നമ്മളേവരും പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവാർഡ്. പിന്നെ നമുക്കറിയാം, അന്യ സംസ്ഥാനത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുക അത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ തമിഴിൽ എത്ര പ്രാവശ്യം അവിടുത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതാണ്. നമുക്ക് പേരൻപ് എന്ന ചിത്രം അതിന് ലഭിക്കാവുന്നതാണ്. അവിടെ പിന്നെ സ്റ്റേറ്റ് അവാർഡ് അങ്ങനെ കൊടുക്കാറില്ല. കുറേ നാളുകൾക്ക് ശേഷം ഇടയ്ക്ക് എപ്പോഴും ഒരു പ്രാവശ്യം കൊടുത്തു എന്നാണ് സ്റ്റേറ്റ് അവാർഡ് തന്നെ നടക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് അവിടുത്തെ സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം മമ്മൂട്ടിക്കും അവിടുത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുമെന്നുള്ളത്. എന്താണെങ്കിലും വളരെയധികം സന്തോഷമായിരിക്കുന്നു. ഒരു മികച്ച ഒരു വിന്നിങ് തന്നെയാണ്. ഓരോ മലയാളിക്കും ഇവിടെ അഭിമാനിക്കാം. നമ്മൾ ലക്കി ഭാസ്കർ കണ്ട ഓരോ വ്യക്തിക്കും അറിയാം അതിന് തീർച്ചയായും അദ്ദേഹം അർഹനായിരുന്നു എന്നുള്ളത്. അപ്പോൾ കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.